ഇന്നൊരു കോളിഫ്ലവർ സ്റ്റൂവുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് കോളിഫ്ലവർ ഇട്ട് കൊടുക്കണം. ഒരു 3-4 പിടിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കുറച്ച് മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല ചൂടുവെള്ളത്തിൽ ഒരു 10-15 മിനിറ്റോളം നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് നമുക്കിതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് മാറ്റി കൊടുക്കാം. കറി ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുക്കാനാണ്. ഇനി നമുക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തോളം ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഒരു 1/4 കപ്പ് പരിപ്പ് കടലയാണ്. അപ്പോൾ ഞാനിത് അണ്ടിപ്പരിപ്പിന് പകരമായിട്ടാണ് കേട്ടോ ഈ ഒരു പരിപ്പ് കടല ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 1/4 കപ്പിന് അണ്ടിപ്പരിപ്പ് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 3 ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 4 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവിന് നമ്മൾ കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എരിവ് കൂടി പോകരുത്. അതുകൊണ്ട് 4 പച്ചമുളക് മതി. ഇനി നമുക്കിതിലേക്ക് ഇതൊരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം 1 കപ്പ് ചിരകി എടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതേ പാത്രം ഞാനൊന്ന് കഴുകി വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 ടീസ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു മീഡിയം സൈസിലുള്ള ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ഏലക്ക, അതുപോലെ തന്നെ ഒരു 3 പീസ് ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു 1/4 ഗ്ലാസോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഒരുപാടൊന്നും അങ്ങോട്ട് വേവിച്ചെടുക്കണ്ട. നമ്മൾ ഓൾറെഡി ഇതിൽ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ചെറിയ രീതിയിൽ വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നങ്ങ് തുറന്നെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു 4-5 പീസോളം ക്യാരറ്റ് ഉണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ ഒരു തേങ്ങാക്കൂട് ഉണ്ടല്ലോ, അത് കുറച്ച് വെള്ളത്തിലൊന്ന് അരച്ചെടുത്തതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തോളം ചതച്ചെടുത്തിട്ടുള്ള കുരുമുളകും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ സ്റ്റ്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറിയ രീതിയിലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇത് സ്പെഷ്യലായിട്ട് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ തന്നെ കഴിക്കണം കേട്ടോ, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചിക്കനും മട്ടനും ഒന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലത്തെ വെജിറ്റബിളൊക്കെ വെച്ചിട്ട് ഇതുപോലെ സ്റ്റ്യൂ ഒക്കെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്